അതിന് വോളിയം കൂട്ടണ്ട. അവൻ നന്നാവത്തില്ല അൽഫോൺസേ. എത്ര പ്രാവശ്യം അവനെ ഒഴിവാക്കി വിട്ടതാ. ഇതിപ്പോ പോലീസിനെ വിളിച്ചോണ്ട് ഓരോ കാര്യങ്ങൾ തുടങ്ങിയ രാവിലെ അവനെ കോടതിയിൽ ഹാജരാക്കും. 2 ജാമ്യക്കാരുമായിട്ട് അങ്ങ് പോരെ. ബാക്കി അവിടെ വെച്ച് നോക്കാം. ഓ, ഇനി അതും ഞാൻ ഉണ്ടാക്കണമായിരിക്കും. അവൻ ഗുണം പിടിക്കത്തില്ലെന്ന് ഇപ്പം മാറ്റി നിർത്തി കഞ്ചാവിന്റെ പരിപാടിയാ. ഡിക്സൺ നല്ലവനാ. ഒന്നുമില്ലെങ്കിലും അവനൊരു കലാകാരനൊക്കെ അല്ലേ. അവൻ്റെ അച്ഛൻ്റെ പോക്ക് കാരണമാണ് ഇങ്ങനെയൊക്കെ. ഉപദേശിക്കാനും നൽവഴി കാട്ടാനും ആരെങ്കിലും വേണ്ടേ? ഈ പാവം എന്ത് ചെയ്യും? വർഗീസ് ഒരു പ്രാവശ്യം കൂടി അവളെ ഹെൽപ്പ് ചെയ്യും. നിന്റെ തള്ളെ ഓർത്തിട്ടാ ഞാൻ ഓരോന്ന് ചെയ്യുന്നത്. നീ നന്നായാ നിനക്ക് കൊള്ളാം. ഇത് അവസാനത്തെയാ. രാമക്കാരോടെ എപ്പോ? ഓ, വരും. ഇവരാണോ നിങ്ങളുടെ ജാമ്യക്കാര്? ഇങ്ങോട്ട് വന്ന അമ്മാള് അങ്ങോട്ട്. എന്തോ ആണോ തൻ്റെ ഉദ്ദേശം? കയ്യിൽ ആധാറുണ്ട്, ഒരു കുന്തമില്ല, ജാമ്യം ഉണ്ടാക്കാൻ വന്നില്ല. പോടോ. ഒന്നുമില്ല, ഞാൻ വിൽക്കില്ല. ഇവരെ ഒന്ന് വിട്ടു. ഏത് ആ ഡോക്ടറെ അടുത്ത് ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് ചെന്നാ മതി കേട്ടാ. ഇല്ല. അമ്മാളിന് രാവിലെ ഡോക്ടറുമായിട്ട് ഒരു അപ്പോയിൻമെന്റ് ഞാനും കൂടെ ചെല്ലാന്ന് പറഞ്ഞാ. അപ്പോഴാണ് ഈ അൽഫോൺസിന്റെ കാര്യം. അപ്പൊ എല്ലാം വിട്ടുപോയി. അതും പോലീസ് തന്നെ കേൾക്കണമല്ലോ. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. പോകുമ്പോ ഈ കൊടയും കൊണ്ടുപോണേ. ഊണിനുണ്ടാവോ? ഇല്ല. കമാൽ പാഷ, ഞാൻ അന്ന് പറഞ്ഞായിരുന്നു. അറിയാം. ഹരി, ഞാൻ പറഞ്ഞിട്ടില്ലേ മുമ്പ് ഇതുപോലൊരു കേസ് ഇവിടെ വന്നിട്ടുണ്ടെന്ന്. അന്നത്തെ കാലത്ത് കറാച്ചി പോയി ബിസിനസ് ചെയ്തു. അവിടെ കലാപം ഉണ്ടായപ്പോൾ തിരിച്ചു പോന്നതാ. ഈ വരുന്നതും പോകുന്നതും ഒന്നും അല്ലല്ലോ കാര്യം. ഇത്രയും കാലം ഇവിടെ കഴിഞ്ഞവരെയാ ഇങ്ങനെ ഉപദ്രവിക്കുന്നു. അല്ല, അത് നമുക്ക് പിടിക്കാം. ഹരാസ്മെന്റ് ഹ്യൂമാനിറ്റേറിയൻ ഗ്രൗണ്ട്സിൽ പോവാം. അല്ലാതെ ലീഗലായിട്ട് മൂവ് ചെയ്യാൻ നമുക്ക് വകുപ്പില്ലല്ലോ. അന്നത്തെ കാലത്ത് പാകിസ്ഥാനിൽ പോയി അവിടെ നിൽക്കാൻ തീരുമാനിച്ചവർക്ക് വരാനും പോകാനും ഒരു തടസ്സവും. എൻ്റെ രാജ്യം ഇതാന്നും പറഞ്ഞ് ഇവിടെ വന്നവർക്കാ ഈ കുഴപ്പങ്ങളൊക്കെ. 1955 ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആക്ട്, അതിൽ സെക്ഷൻ 6 അത് പിന്നെ എഴുതി ചേർത്തതാ. പിന്നെ ഇല്ലീഗൽ എമിഗ്രൻസിനെ ഡീപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് നിയമമായത് 85 അല്ല, ഇപ്പോൾ ഇതിൻ്റെ നടപടിക്രമങ്ങൾ എങ്ങനെയാ? ഡീപ്പോർട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങിയാൽ നമുക്ക് മൂവ് ചെയ്യാം. ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ വിശ്വാസമർപ്പിച്ച് മുന്നോട്ട് പോകുന്ന ഉത്തമ പൗരന്മാർ, അതാണ് നമ്മുടെ ക്ലെയിം. സാർ ഒരു മ്യൂസിക് ലവറാണെന്ന് അറിയാം. ഇതൊരു ഗിഫ്റ്റാണ്. രവിശങ്കർ, സക്കീർ ഹുസൈൻ, ബിസ്മില്ല ഖാൻ, ജസ്രാജ്. ഗ്രേറ്റ്, താങ്ക് യു. പിന്നെ പാട്ടുകാപ്പിക്കടയുടെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, നമുക്കൊരു സിംഗിൾ ടൈം സെറ്റിൽമെൻറ്റ്, അതാണ് ആകെ പറ്റുന്നൊരു കാര്യം. ഞാൻ മാക്സിമം അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. ഇപ്പോൾ ബാങ്കിൻ്റെ നിലപാടോ സാർ?
അല്ല, ബാങ്ക് മാനേജ്മെൻറ്റ് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് അവർ സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇത്രയും ചെറിയൊരു എമൗണ്ടിലേക്ക് സെറ്റിൽ ചെയ്യാൻ തന്നെ പറ്റിയത് സത്യത്തിൽ. അരുന്ധതിയുടെ ഒരു ബൊമ്മ വിറ്റാൽ മതി കേട്ടോ, ഈ കടമൊക്കെ വിറ്റാൻ വേണ്ടി. ലക്ഷങ്ങളല്ലേ ലക്ഷങ്ങൾ. വിയനാലെ വന്നത് കൊണ്ട് മാനേജർ സാറിനും വർക്ക് ഓഫ് ആർട്ടിന് വലിയ വില ഉണ്ടെന്ന് മനസ്സിലായി. പിന്നെ ഞങ്ങളുടെ ബാങ്ക് വലിയ സ്പോൺസർ അല്ലേ. ഓക്കെ. അല്ല, ബാഗ് ഇത് ഗിഫ്റ്റാണോ? ബദറുദ്ദീൻ എത്ര കുഞ്ഞുങ്ങളാണ്? പുതിയതും കൂട്ടി 4. ഭാഷയുടെ മക്കൾക്കൊക്കെ കുഞ്ഞുങ്ങളെ നോക്കാൻ നല്ല തഞ്ചമുണ്ട്. 10-16 കുഞ്ഞുങ്ങളുടെ ഉപ്പുപ്പയാണ് വരുന്നത്. ബദറുദ്ദീൻ്റെ 4ാമത്തെ കുട്ടിയുടെ പിറന്നാളും അങ്ങനെ കഴിഞ്ഞു. കൊച്ചുകുട്ടികളും കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വയസ്സുകാലത്ത് ഇങ്ങനെ ചുറ്റിലും നിൽക്കുന്നത് ഞങ്ങൾക്കൊരു ആശ്വാസമാണ്. പിന്നെ ജീവിതത്തിൻ്റെ ഒട്ടുമുക്കാലും ഈ മണ്ണിലാണ് കഴിഞ്ഞത്. ഈ മണ്ണിൽ തന്നെ അടങ്ങണമെന്നാണ് ആഗ്രഹം. അവരനുവദിക്കുവാണ്. അല്ല, അതിപ്പോൾ വക്കീൽ നോക്കുന്നുണ്ട്. സുന്ദരമാണ്. ഇന്ന് ഫുൾ റൊമാൻറ്റിക് ആണല്ലോ. ഉനക്ക് തമിഴ് தெரியுமா? അതൊക്കെ അവിടെ ഇരിക്കട്ടെ. ഇതെന്താ പുതിയൊരു ലുക്ക്? ഇന്ന് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിയാ. 38ാമത്തെ. 38 കൊല്ലോ? അത് സംഭവമാണല്ലോ അമ്മളു. 38 കൊല്ലമല്ല, 42 കൊല്ലമായി. എനിക്ക് 16 വയസ്സുള്ളപ്പോഴാ എൻ്റെ പിറകെ നടക്കാൻ തുടങ്ങിയത്. യു ആർ ഓൺലി 16. സ്നേഹത്തിന് അങ്ങനെ കണക്ക് പറയരുതെന്ന് പറയും. ഞാൻ ഇടയ്ക്ക് ആലോചിക്കും, ഏത് ധൈര്യത്തിലാ ഇങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതെന്ന്. എൻ്റെ പേടി കളയാനേ എനിക്കൊരു എഴുത്തൊക്കെ തന്നായിരുന്നു. യു മീൻ ലവ് ലെറ്റർ? അത് കയ്യിലുണ്ടോ? അദ്ദേഹത്തിൻ്റെ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് എടുത്ത് നോക്കും. വേറെ ആരുടെ കഥ പോലെയോ തോന്നും. ആ കഥ പറ. അപ്പോഴേ അദ്ദേഹം KPSCയിലായിരുന്നു. ഓരോ കൊല്ലം ഉത്സവത്തിന് വരുമ്പോൾ ഞങ്ങളുടെ വീട്ടിലേക്ക് കോളാമ്പി തിരിച്ചു വയ്ക്കും. ഈ പാട്ട് തന്നെ ഇടും. ആ പാട്ടിൻ്റെ പിറകെ ഇറങ്ങിയതാ ഞാൻ. ആ കോളാമ്പി ഇവിടെ ഉണ്ടോ? എന്തിനാ? ഒന്നും വയ്ക്കണം.